എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സഹായിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ചൂടുള്ള കാലാവസ്ഥയാണ്. നമുക്ക് തന്നെ വീടിനുള്ളിലിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുപോലെയുള്ള കാലാവസ്ഥയാണ്. ഇഴജന്തുക്കൾ കൂടുതലായിട്ട് ഇറങ്ങി നടക്കുന്ന സമയമാണ്. നമ്മൾ ചൂടും കൊണ്ട് വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിടാം. ഈ ഇഴജന്തുക്കൾ വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് നമ്മൾ അറിയത്തില്ല, ഒന്നുമില്ല. അങ്ങനെ ഓരോ വീടിനുള്ളിൽ ഒരു മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പത്രത്തിലും ടി വിയിലും അങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ കാണുന്നില്ലേ. അപ്പം ഇത് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പുറകെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കും. ഈ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ഡോഗുണ്ട്. അതിനെ ഇറക്കി വിടുവാനായിട്ട് ഞാൻ ചെന്ന് കൂടെല്ലാം തുറന്ന് വിട്ട്. അപ്പോൾ ഇവനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ കുറേയേറെ കറങ്ങി അടിച്ച് വീട്ടിനുള്ളിൽ കയറത്തുള്ളൂ. അങ്ങനെ തെക്ക് വശത്ത് ഞാൻ നിന്ന് കിഴക്ക് വശത്ത് അമ്മയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ പെട്ടെന്ന് കയറി ഇങ്ങി വരും. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ വിളിച്ചിട്ട് കണ്ടില്ല. അപ്പം നേരമൊക്കെ ഇരുട്ടി വരുന്നൊരു സമയമാണ്. അപ്പം എൻ്റെ പുറവശത്തായിട്ട് ഒരാൾ ഷൂന്ന് വിളിക്കുന്നു. ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനില്ല. ചുറ്റിനും ഞാൻ നോക്കി. ഞങ്ങളുടെ അയലൊക്കത്ത് ഒരു വീടുണ്ട്. ആ വീട്ടുകാരങ്ങനെ ഇറങ്ങി വന്നാണോ എന്നറിയാണ്ട് അങ്ങോട്ട് നോക്കിയിട്ടൊന്നും ആരെയും കാണുന്നില്ല. തൊട്ടടുത്തായിട്ട് കണ്ട് ഷൂന്നൊരു സൗണ്ട് കേട്ട് ഞാൻ നോക്കുമ്പോൾ തന്നെ പത്തി വിരിച്ച് നല്ലൊരു മുഴുത്തൊരു പാമ്പ്, മൂർഖൻ പാമ്പായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമോ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ടോ ഒന്നും പറ്റിയില്ല. അത് പുറന്നിരിഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ അത് അടുത്തുള്ള ഒരു ആഞ്ഞിൽ മരത്തെ കൊടി കയറിയിട്ടുണ്ടായിരുന്നു. കുരുമുളക് കൊടിവള്ളിയെല്ലാം ചുറ്റി കയറി അങ്ങനെ പോയി. കുറേ കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു. അച്ഛൻ പിന്നെ മണ്ണൊക്കെ വാരി എറിഞ്ഞിട്ട് അത് പോയില്ല. പിന്നെ ഒരു കല്ലെടുത്ത് മരത്തിന് എറിഞ്ഞപ്പോഴത്തേന് അത് കഴിഞ്ഞ് അടുത്ത പറമ്പിലോട്ടങ്ങ് പോയി. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. ഇഴജന്തുക്കൾ മാളത്തിൽ ഉള്ളിലിരിക്കാൻ പോലുമുള്ള അവസ്ഥയല്ല. അതുങ്ങൾ വെള്ളം കുടിക്കാനായിട്ടും അങ്ങനെയൊക്കെ വെളിയിലിറങ്ങും. അത് നമ്മുടെ മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് തീരുന്നു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളും മരണപ്പെട്ടില്ലേ. കഴിഞ്ഞ വാർത്ത നമ്മൾ കണ്ടു. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടില്ലേ, വീട്ടുകാരുടെ അവസ്ഥ കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ മക്കൾക്കും വരാതിരിക്കട്ടെ. നമ്മൾ വീടിനുള്ളിലാണെങ്കിലും എല്ലാം അടുക്കി ഒതുക്കി എല്ലാം വൃത്തിയായിട്ട് വെക്കുക. അതുപോലെ കിടക്കുമ്പോഴത്തേന് ബെഡ് എല്ലാം കൂടെ നല്ലോണം തല്ലിക്കുടഞ്ഞ് വേണം കുഞ്ഞുങ്ങളെ കിടത്താനും എല്ലാം. അതുപോലെ ഈ മെയ് മാസം പകുതി വരെ ഈ ചൂടുള്ള കാലാവസ്ഥ ആണെന്നാണ് പറയുന്നത്. കൊറോണയ്ക്ക് പകരമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണിത്. എൽ നിനോ എന്നാണ് ഈ ചൂടുള്ള കാലാവസ്ഥയുടെ പേര്. ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജലാംശം മുഴുവൻ വലിച്ചെടുക്കും. നിമിഷങ്ങൾക്കുള്ളിൽ വലിച്ചെടുത്ത് നമ്മുടെ ശരീരം തളർന്ന് ക്ഷീണിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയിപ്പോകും. അപ്പം ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ദരിദ്രന്ന് വെള്ളം കുടിക്കണം. പകൽ സമയം രാത്രി കാലങ്ങളിലും വാതിലുകളും ജനലുകളും തുറന്നിട്ട് കിടന്നുറങ്ങരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷിതമാകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ പാമ്പ് കടിയേറ്റ ഒരാളെ എത്രയും പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മുറിവ് പറ്റിയ ഭാഗം അതിന് തൊട്ട് മുകളിലായിട്ട് ബലമുള്ള എന്തെങ്കിലും ഷാളോ എന്തെങ്കിലും വെച്ച് വരിഞ്ഞ് മുറുകി രക്തയോട്ടം നിലയ്ക്കുന്ന വിധം വരിഞ്ഞ് മുറുക്കി കിട്ടുക. ആ മുറിവ് ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുറിച്ചിട്ട് ആ വിഷമുള്ള രക്തം ഞെക്കി കളഞ്ഞ് അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുക. ഏറ്റവും അടുത്തുള്ള ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോയി അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നോക്കേണ്ടതാണ്.
ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലുകൾ, അവിടുത്തെ ഫോൺ നമ്പർ ഞാൻ അതെല്ലാം ഈ വീഡിയോയിൽ നൽകാം. എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും അത് നല്ലവണ്ണം ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും നന്ദി. എടി മരമാക്രി, എഴുന്നേറ്റ ഉടനെ ചായ കുടിച്ച് വയറ്റ് തീയിടാതെ എന്നെ കുടിക്കടി. വെയിൽ വരുന്നതിന് മുമ്പേ നിന്റെ ബ്ലഡ് വോളിയം കൂട്ടി വെച്ചില്ലെങ്കിൽ ഉച്ചയാകുമ്പോ നീ വാടിയ പയർ പോലെ ഇരിക്കും. എടി കാട്ടുകോഴി മാ, എന്നെ ഇട്ട് വെയിലത്തിറങ്ങല്ലേ. സൂര്യന്റെ ചൂട് മുഴുവൻ വലിച്ചെടുത്ത് നിന്നെ ഞാൻ തന്തൂരിയാക്കും. വെളുത്ത കോട്ടൺ തുണി ഇട്ട ആ വെളിച്ചം തട്ടിത്തെറിച്ചു പോയിക്കോളും. ലുക്ക് നോക്കി നിൽക്കാതെ എന്നെ തേക്കടി. 11 മണി കഴിഞ്ഞാൽ വെളിയിൽ UV താണ്ഡവമാണ്. എന്നെ തേക്കാതെ ഇറങ്ങിയ നിന്റെ കോശങ്ങളിലെ DNA സൂര്യൻ അടിച്ച് തകർക്കും. ഷോ കാണിക്കാതെ എന്നെ ഒന്ന് പിടിക്കടി. വെയിൽ നേരിട്ട് തലയിലടിച്ചാൽ നിന്റെ തലച്ചോറിലെ AC അടിച്ചു പോകും. പിന്നെ നിന്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല. തല കറങ്ങി തെരുവിലല്ലേ. ഈ ചൂടത്ത് എന്നെ അകത്താക്കി നിന്റെ ശരീരത്തെ കൂടുതൽ കഷ്ടപ്പെടുത്തല്ലേ. എന്നെ ദഹിപ്പിക്കാൻ നിന്റെ ശരീരം ഒരുപാട് ചൂടുണ്ടാക്കും. പോയി വല്ല കഞ്ഞിയോ പഴങ്ങളോ കഴിച്ച് അകത്തുള്ള തീയൊന്ന് അണക്കിയോ. ഈ ചൂടിൽ ഞങ്ങളിട്ട് സ്റ്റൈല് കാണിക്കല്ലേ. നിന്റെ കാലിലെ രക്തക്കൊവലുകൾ വീർത്ത് ചൂട് പുറത്തോട്ട് കളയാൻ നോക്കുക. അത് തടഞ്ഞാൽ നിന്റെ ബോഡി മൊത്തം ചൂടാകും. മര്യാദക്ക് വല്ല ലൂസ് ചെരുപ്പ് ഇട. എടി മരഭൂതമേ, പുറത്ത് 40 ഡിഗ്രി ചൂടുള്ളപ്പോ എന്റെ ഉള്ളിലെ കെമിക്കൽ റിയാക്ഷൻ പാളം തെറ്റും. വെയിലത്ത് വെച്ച് ഗെയിം കളിച്ചാൽ ഞാൻ പണി നിർത്തും. എന്നെ ഒന്ന് തണലത്ത് വെക്കടി. എടി കരിങ്കാലി, എന്നെ കണ്ടോ? കടും മഞ്ഞ. ഇതിനർത്ഥം നീ കുടിച്ച വെള്ളം ഒന്നിനും തികഞ്ഞില്ല എന്നാണ്. നിന്റെ കിഡ്നി വെള്ളമില്ലാതെ കരയാണ്. ഞാൻ കറങ്ങുന്ന കണ്ട് സോഫയിൽ ഇരിക്കണ്ട. ഈ തീക്കാറ്റ് ഞാൻ നിന്റെ മേത്തോട്ട് അടിച്ചു തന്നാൽ നിന്റെ വിയർപ്പ് വേഗം പറ്റി നീ കൂടുതൽ തളരും. വല്ലപ്പോഴും ദേഹത്ത് വെള്ളം നനയ്ക്കടിയേ. ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ചോ. ധാരാളം വെള്ളം കുടിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ഇളം നിറത്തിലുള്ളതും അയഞ്ഞതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. കഠിനമായ തലവേദന, തലകറക്കം, ക്ഷീണം, തൊലിപ്പുറത്തെ ചുവന്ന പാടുകൾ എന്നിവ കണ്ടാൽ ഉടൻ ഡോക്ടറുടെ സഹായം